ഒരു സിനിമ എത്രത്തോളം ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മളുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കുക? എന്നെ മാറ്റുമോ, നിങ്ങളെ മാറ്റുമോ, അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിനെ തന്നെ ഒരു സിനിമ കാരണം മാറ്റുവാൻ പറ്റുമോ? എങ്കിൽ ഒരു രാജ്യത്തിനെ തന്നെ മാറ്റിമറിച്ചൊരു സിനിമയുണ്ട്. ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥിതിയെ തന്നെ പൊളിച്ചെഴുതിയ ഒരു സിനിമ. 2000 തൊട്ട് 2005 വരെ കൊറിയയിലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ വലിയൊരു ക്രൈം നടക്കുകയാണ്. ഈ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള ചൂഷണങ്ങളും പീഡനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നേരിടേണ്ടി വരികയാണ് അവിടെയുള്ള സ്റ്റാഫിലൂടെ. പിന്നീട് ഈ കേസ് പുറത്തു വരികയും അവിടുത്തെ കോടതി ഈ ഒരു ക്രിമിനൽസിനെയൊക്കെ ലൈറ്റ് ആയിട്ടുള്ള പനിഷ്മെന്റ്സ് കൊടുത്ത് വെറുതെ വിടുകയാണ്. പിന്നീട് ഈ കേസ് എല്ലാവരും മറക്കുകയും 2011 ഈ ഒരു കേസിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു സിനിമ പുറത്തിറങ്ങുകയും ചെയ്യുകയാണ്. അന്നാണ് കൊറിയയിലുള്ള ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നും ഇങ്ങനൊരു കേസ് കാരണം ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെന്നും അറിയുന്നത്. അപ്പോൾ ആ ഒരു സിനിമ കാരണം പബ്ലിക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുകയും പ്രൊട്ടസ്റ്റിനായിട്ട് ഇറങ്ങുകയും ആ ഒരു പ്രതികൾക്ക് ഇനി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും കൊറിയയിലെ നിയമവ്യവസ്ഥിതി തന്നെ മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവസാനം അവിടുത്തെ കോടതി ഈ ഒരു കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുകയും അതുപോലെ തന്നെ കൊറിയയിലെ കുട്ടികളും അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളും ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്കെതിരെ വരുന്ന നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുകയാണ്. എന്തിനേറെ പുതുതായി വന്ന നിയമങ്ങൾക്ക് അവർ ആ ഒരു സിനിമയുടെ പേര് തന്നെ നൽകി. ചിത്രത്തിൻ്റെ പേര് സൈലൻസ്, കൊറിയയിൽ ഡൊഗാനി എന്ന് പറയും. അങ്ങനെ കൊറിയയിൽ ദ ഡൊഗാനി ലോ നിലവിൽ വന്നത് ഈ ഒരു സിനിമ കാരണമാണ്. ഈ ഒരു ചിത്രം കാണാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കാണേണ്ടി വരും. കാരണം അത്രമാത്രം നമ്മളെ പിടിച്ചു കുലുക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ പറ.